ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞങ്ങൾ കുറച്ച് മസാലകളൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങാനീര്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറുത്ത് കോരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർസിഎമ്മിൻ്റെ തവിടെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് അത് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ വറുത്ത നല്ല രുചി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി എണ്ണയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കതിന് വേണ്ട മസാലകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അത് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ വഴറ്റുന്നത്. അപ്പോൾ അതിന് സബോള ആദ്യം ഇട്ടു. എന്നിട്ട് സബോള നന്നായിട്ട് വഴന്ന് വരുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സബോള അത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് അത് വഴറ്റിയെടുക്കാവേ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് വഴന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ, ഒത്തിരി മസാലപ്പൊടികളൊന്നുമില്ല, കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ബിരിയാണി മസാലയും മാത്രമേ നമ്മളതിനായിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പം എരിവ് ആവശ്യത്തിന് നമുക്ക് ചേർത്താൽ മതി. അതിനാണ് കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വഴറ്റി ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നോടം വരെ അത് ചേർക്കാം. പിന്നെ നമ്മൾ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് തക്കാളിയുടെ മണം ഒന്ന് മാറി കിട്ടുന്നോടം വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കനാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക്, വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് ചിക്കനൊക്കെ ഒന്നുകൂടെ 2 മിനിറ്റോളം ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നോടം വരെ ഒന്ന് ആക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് സ്വല്പം നേരം അത് ഇറച്ചിയിലൊന്ന് പിടിക്കുന്നോടം വരെ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനൊരു പാത്രം വെച്ചു. അതിലേക്ക് ആർസിഎമ്മിൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്വല്പം നെയ്യ്, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ്, അമ്മച്ചി ഉണ്ടാക്കിയ നെയ്യാണേ. അപ്പം അതും സ്വല്പം ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെയാണ്. അപ്പം എല്ലാവർക്കും അറിയാം, എന്നാലും അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് അതിലേക്ക് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളകും ഇടും. അപ്പം പിന്നെ നമ്മൾ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നേരത്തെ മസാലയ്ക്ക് വെച്ച് സ്വല്പം അതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതൊന്നും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി അതിലേക്ക് അരി മിക്സ് ചെയ്യാം. നന്നായിട്ട് അരിയെല്ലാം മിക്സ് ചെയ്ത് സ്വല്പം ഒന്നിങ്ങനെ വറുത്ത് എടുക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് അതിളക്കി അതിലേക്ക് ആവശ്യത്തിന് നാരങ്ങാനീരും ഉപ്പും ചേർത്തിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് നല്ലൊരു മഴയുള്ള ദിവസമാണ്. ഇവിടെ നല്ല മഴയാണിപ്പം. ഇനി നമുക്കതിലേക്ക് ദമ്മിട്ടിട്ടെടുക്കാം. ഇനി ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ദമ്മിട്ട് നമുക്കെടുക്കാം. അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ ഈ ചോറിലേക്ക് ചേർക്കുകയാണ്. പകുതി ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം
പകുതി ചോറിലാണ് നമ്മൾ ഈ മസാല ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിലേക്ക്, അതിന് മുമ്പ് നമ്മൾ കുറച്ച് പുതിന ഇലയും മല്ലിയിലയും ഇട്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കും. പിന്നെ നമ്മൾ മുകളിൽ ചോറിട്ടു. എന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ ഉള്ളി വറുത്തത് എല്ലാം കൂടെ ഇട്ട് ദം ഇട്ടൊന്ന് വയ്ക്കും. പിന്നെ ആൻറ്റിയുടെ പിള്ളേർ വന്നായിരുന്നു. അപ്പം അവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം പിള്ളേർ 4 പേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സൂപ്പറാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.